ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പുണ്യകർമ്മത്തെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നിരവധി ഹദീസുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധയാർജിച്ച ഒരു ഹദീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത്. നാം നമ്മുടെ വീടുകളിൽ ബാങ്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൈശാചിക ഉപദ്രവങ്ങൾ നീങ്ങിക്കിട്ടാനായി വീടുകളിൽ ബാങ്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ വുരിദലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംന. ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു, കുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും പെട്ടു. ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയുടെ ചെവിയിൽ, വലത്തെ ചെവിയിൽ അവൻ ബാങ്ക് കൊടുത്തു. അവന് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ബാങ്ക് കൊടുത്താൽ മതി. അപ്പോൾ ബാങ്ക് എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താമല്ലോ. ബാങ്കിൻ്റെ അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ബാങ്ക് വിളിച്ച് പഠിക്കണം നമ്മൾ. അങ്ങനെ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു. വ അഖാമ ഫീ ഉദ്നിഹിൽ യുസ്റ. കുട്ടിയുടെ ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. അതുപോലെ തന്നെ ഇഖാമത്തിൻ്റെ ലഫ്ലുകൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയും ഇടക്കിടക്കത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. അങ്ങനെ കുട്ടിയുടെ ചെവിയിൽ, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്താൽ ലം തളുറഹു ഉമ്മു സുബിയാൻ. കുട്ടിയെ ഉമ്മു സുബിയാൻ എന്ന പിശാജ് ഉപദ്രവിക്കയില്ല. കുട്ടികളെ ശല്യപ്പെടുത്തുന്ന ഒരു തരം പിശാജിൻ്റെ പേരാണ് ഉമ്മു സുബിയാൻ. ഉമ്മു സുബിയാൻ എന്ന ജിന്ന്, ഷൈത്വാൻ, കുട്ടിയെ ഉപദ്രവിക്കുകയില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ബാങ്കിൻ്റെ ലഫ്ലുകൾ കൃത്യമായി പഠിച്ച് വീട്ടിൽ ബാങ്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രസവിക്കപ്പെട്ട കുട്ടികളെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്ത് പഠിക്കണം. അങ്ങനെ കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു റാഹത്തും ഒരു സന്തോഷവും ലഭ്യമാകുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തുകളെ കൃത്യമായ ജീവിതത്തിൽ നിറവേറ്റാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.